മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ സ്വത്ത് മുഴുവനായിട്ട് മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ കൊലപാതകങ്ങളൊക്കെ നടത്താൻ നോക്കിയത്. അതൊരുപാടായി. ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇയാളോട് ചോദിക്കണം എന്ന് പറയാണ്. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ദേഷ്യമാവുകയാണ്. ഇയാളുടെ പേരിലേക്ക് എല്ലാം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ഒപ്പിനാണ് വില. ഇത് കേൾക്കുമ്പോൾ ദുർഗ പ്രതികരിക്കുന്നുണ്ട്, എടാ എല്ലാം ഇവളുടെ പേരിൽ എഴുതി വയ്ക്കുന്നത് എവിടെ തന്നെ ന്യായമാണെന്ന് ചോദിക്കുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളെ പിന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലുമാണ്. അച്ഛൻ്റെ ഭാഗമെല്ലാം എല്ലാവർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വേണമെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അച്ഛൻ്റെ ഭാഗമെന്ന് പറയാൻ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല എന്നും പിന്നെ കണ്ണേട്ടൻ്റെ സമ്പത്തിന് പിന്നിൽ മറ്റുള്ളവരുടെ അധ്വാനവും കൂടിയുണ്ടെന്ന് ഉണ്ണി പറയുകയാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ കമ്പനി നല്ല രീതിയിൽ ഇത്രയും നാൾ നയിച്ചത് ഞാനും അമ്മാവനും കൂടിയാണ്. കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ലാഭവിഹിതം കൃത്യമായിട്ട് തന്നെ നിനക്ക് തന്നിരുന്നല്ലോ. അതുകൂടാണ്ട് നീയും അമ്മാവനും പിൻവാതിലിലൂടെ കണ്ടമാന സ്വത്തുകൾ സമ്പാദിച്ചിട്ടില്ലേ. ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ സമ്പാദിച്ചിരുന്നെങ്കിൽ ഇന്നവൻ കോടീശ്വരനായേനെ എന്ന് പറയാണ്. അതേസമയം അവിടേക്ക് കരുണ വന്നിട്ട് പറയുന്നുണ്ട്, കഴുതയെ പോലെ ചുമടെടുക്കാൻ മറ്റുള്ളവരും അത് അനുഭവിക്കാൻ വേറെ ചിലരുമെന്ന് ദേഷ്യത്തോടെ പറയാണ്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന കൂട്ടത്തിലാണ് ഞാൻ. എനിക്കിനി വേറെ ആരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്ന് പറയാം കേട്ടോ. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണെന്നും കണ്ണൻ എടുത്തു പറയുന്നു. ആ തീരുമാനം നടപ്പിലാക്കാൻ ബാലചന്ദ്രൻ സാർ എത്തിക്കഴിഞ്ഞു എന്നും പറയുന്നു. സാറ് വരും, കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്രമല്ല നല്ലൊരു വക്കീൽ കൂടിയാണെന്ന് കണ്ണൻ പറയുമ്പോൾ എല്ലാവരും അയാളെ നോക്കുന്നുണ്ട്. അയാളോട് കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ സ്വത്തുക്കളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് പ്രമാണം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ബാലചന്ദ്രൻ സാറ് പറയുന്നുണ്ട്, അതിനുവേണ്ടി ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞുവെന്നും പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുമുണ്ടെന്ന് അയാൾ പറയുന്നു. കണ്ണൻ പറയുന്നുണ്ട്, സാവകാശം എല്ലാം ചെയ്താൽ മതി, ഇനി എല്ലാം ഇയാളുടെ കൺട്രോളിലായിരിക്കണം. ഇതെല്ലാം കേൾക്കുന്ന ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാം കലിയടങ്ങാനാവാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്നിട്ട് എല്ലാവരോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് തീരുമാനിക്കുന്നത് ഇയാളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് മഹാലക്ഷ്മിയാണെന്നും എടുത്തു പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, നമുക്ക് മഞ്ജുവിന് എന്തെങ്കിലും കൊടുക്കണ്ടേ, അവൾക്ക് എന്തെങ്കിലും കൊടുത്തതിൽ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൾക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പം ഞാൻ കൊടുക്കില്ല, കുറച്ച് സാവകാശത്തിൽ കൊടുക്കാമെന്ന് കണ്ണൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഒരു ഇൻസ്പെക്ഷന് വരുന്നുണ്ടെന്ന് വാമദേവനും ഉണ്ണിയും അറിയുന്നുണ്ട്. അങ്ങനെ വാമദേവൻ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഷോ കാണിക്കാൻ വരുന്നവൾ വന്നതുപോലെ തിരിച്ചു പോകരുതെന്ന് ഉണ്ണിയോട് പറയാൻ കേട്ടോ. ഇതുപോലൊരു ചാൻസ് ഇനി നമുക്ക് കിട്ടിയെന്ന് തന്നെ വരില്ല എന്നും ഉറപ്പിച്ച് പറയുന്നുണ്ട് വാമദേവൻ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെന്നും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മിക്ക് കാവലായി എന്ന് മാർക്കോയും അതുപോലെ അയ്യപ്പസ്വാമിയും മഹാലക്ഷ്മിക്കൊപ്പമുള്ളപ്പോൾ ഇവരുടെ ഒരു പ്ലാനുകളും വർക്കൗട്ടാവാൻ പോകുന്നില്ല. ഇതും അവർ പരാജയപ്പെട്ട് തന്നെ പോകും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.